ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. അനവധി ജന്മങ്ങളിൽ കൂടി ആർജിച്ചിരിക്കുന്ന ആത്മവിസ്മൃതിയെ വീണ്ടെടുക്കാൻ പര്യാപ്തമായ മഹത്തുക്കളാണ് നമ്മുടെ ഉറ്റബന്ധുക്കൾ. ഈ അജ്ഞാനമായ ദിശയിൽ നിന്നും ജ്ഞാനത്തിലേക്ക് ഉയർത്താൻ പര്യാപ്തമായ സജ്ജനങ്ങളുടെ സഹവാസം നമ്മെ ഏറ്റവും ഉത്കൃഷ്ടമായ അവസ്ഥയിലേക്ക് ഉയർത്തുന്നതാണ്. അതുകൊണ്ടൊരു കവി പറയുകയാണ്, അനാദിവാസനയിൽ നിന്നുളവാകും അജ്ഞാനത്തെ ഊതിക്കെടുത്തിയിടുന്നവർ ഉറ്റബന്ധുവതായവർ. നമ്മുടെ ഉറ്റബന്ധു എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ ആപത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന ആളാണ്. നമ്മുടെ ശാരീരികമായ ബന്ധം ഉള്ളവർ അല്ല, രക്തബന്ധം ഉള്ളവർ അല്ല. നമ്മെ അജ്ഞാനത്തിൽ നിന്നും ആരാണോ ജ്ഞാനത്തിലേക്ക് മോചിപ്പിക്കാൻ സഹായിക്കുന്നവർ, അവരാണ് നമ്മുടെ യഥാർത്ഥ ബന്ധുക്കൾ. ആ ബന്ധുക്കളെയാണ് നാം സേവിക്കേണ്ടതും സ്നേഹിക്കേണ്ടതും. അതിനാൽ അനാദിയായി, അനാദി എന്ന് പറഞ്ഞാൽ ഇതെന്നാണ് വന്നു ചേർന്നത് എന്ന് നമുക്കറിയില്ല, ആദ്യവും അവസാനവും ഇല്ലാത്ത ഈ വാസനകൾ, അതായത് കർമ്മ സംസ്കാരങ്ങൾ, അനാദിവാസനയിൽ നിന്നുളവാം. ഈ കർമ്മവാസനകളിൽ നിന്നാണ് അജ്ഞാനമുണ്ടാകുന്നത്. അജ്ഞാനമെന്നാൽ നമ്മുടെ സ്വരൂപത്തെ മറക്കലാണ്. സ്വരൂപത്തെ മറക്കുകയും പിന്നീട് ഈ ഇന്ദ്രിയദ്വാര അറിയപ്പെടുന്ന വസ്തുക്കൾ മാത്രമാണ് സത്യം എന്ന് ഭ്രമിക്കുകയും ചെയ്യുന്നതിനെയാണ് അജ്ഞാനം അല്ലെങ്കിൽ മായ എന്ന് പറയുന്നത്. ഈ മായയിൽ നിന്ന് അല്ലെങ്കിൽ ഈ അജ്ഞാനത്തിൽ നിന്നും നമ്മെ മോചിപ്പിക്കാൻ ആരാണോ സഹായിക്കുന്നത്, അവരാണ് ഉറ്റബന്ധുക്കൾ. സജ്ജനങ്ങൾക്ക്, സത്യത്തെ ബോധിച്ച മഹാത്മാക്കൾക്ക് മാത്രമേ നമ്മെ ഈ അജ്ഞാനദശയിൽ നിന്നും മോചിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ അങ്ങനെയുള്ളവരെ നാം എന്നെന്നും ആദരിക്കുകയും ബഹുമാനിക്കുകയും അവരെ സ്തുതിക്കുകയും കീർത്തിക്കുകയും ചെയ്യേണ്ടതാണ്. അവരാണ് ഈ ലോകത്തെ ഉദ്ധരിക്കുന്നവർ. അവരുടെ സാന്നിധ്യമാണ് നമുക്കും ഈ പരമമായ ശ്രേഷ്ഠമായ അവസ്ഥയിലേക്ക് ഉയരാൻ സഹായിക്കുന്നവരാണ്. അങ്ങനെയുള്ള ഉറ്റബന്ധുക്കളെ കണ്ടെത്തി അവരെ നാം സമീപിക്കുകയും അവർക്ക് നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ അവർ അജ്ഞാനം നീങ്ങിക്കിട്ടാനുള്ള മാർഗം നമുക്ക് ഉപദേശിച്ചു തരും. ആ മാർഗത്തിലൂടെ നീങ്ങുമ്പോൾ നമുക്ക് സത്യം ബോധിക്കാൻ സാധിക്കുന്നതാണ്. അനാദിവാസനയിൽ നിന്നുളവാകും അജ്ഞാനത്തെ ഊതിക്കെടുത്തിയിടുന്നവർ ഉറ്റബന്ധുവതായവർ.